നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം വിദേശികൾക്ക് ഉടമാവകാശം, വിസയും പെർമിറ്റും വേഗത്തിൽ. ഒമാൻ വിസ വിലക്ക്, മലയാളികൾക്ക് തിരിച്ചടി, പുതിയ തൊഴിലവസരങ്ങൾ കുറയും. നികുതി വെട്ടിപ്പ്, UAE-യിൽ 6 മാസത്തിനിടെ പിടിച്ചെടുത്തത് 72.6 കോടി ഉൽപ്പന്നങ്ങൾ. സൗദിയിൽ സഞ്ചാരികൾ കൂടുതൽ പണം ചെലവഴിച്ചത് താമസത്തിന്. ദുബായിലെ നിക്ഷേപകർ ഏറെയും ഇന്ത്യക്കാർ, 6 മാസത്തിനിടെ തുറന്നത് 78,060 ഇന്ത്യൻ കമ്പനികൾ. പ്രകാശിച്ച് സൈക്ലിംഗ്, ഈ സ്കൂട്ടർ ട്രാക്കുകൾ. അൽ മക്തൂം വിമാനത്താവള വിപുലീകരണം, 3000 കോടി ദിർഹത്തിന്റെ നിക്ഷേപം, പുതിയ നഗരമാകും ദുബായ് സൗത്ത്. അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം വിദേശികൾക്ക് ഉടമാവകാശം, വിസയും പെർമിറ്റും വേഗത്തിൽ. അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രീകരിച്ച് ദുബായ് സൗത്തിൽ വികസന പദ്ധതികൾ ഒരുങ്ങുന്നു. പ്രധാന വിമാന സർവീസുകൾ അൽ മക്തൂമിലേക്ക് മാറുന്നതോടെ ദുബായിയുടെ പുതിയ നഗരമായി ദുബായ് സൗത്ത് മാറുമെന്ന് ദുബായ് ഏവിയേഷൻ സിറ്റി കോർപ്പറേഷന്റെ ദുബായ് സൗത്തിന്റെ CEO ഖലീഫ അൽ സഫീൻ പറഞ്ഞു. വിദേശികൾക്ക് ഉടമാവകാശം നൽകുന്ന വിധത്തിലാണ് നിക്ഷേപ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിവേഗ ചരക്കു നീക്കമാണ് വിമാനത്താവളം കേന്ദ്രീകരിച്ചുണ്ടാവുക. UAE-യുടെ രാജ്യാന്തര വ്യോമ മേഖലയുടെ നിയന്ത്രണം ദുബായിക്കാകുമെന്നും ഖലീഫ അൽ സഫീൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ഒമാൻ വിസ വിലക്ക്, മലയാളികൾക്ക് തിരിച്ചടി, പുതിയ തൊഴിലവസരങ്ങൾ കുറയും. ഒമാനിൽ വിസ വിലക്കുകളും സ്വദേശിവൽക്കരണവും പ്രവാസികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയും രാജ്യത്തേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ കുറയ്ക്കുകയും ചെയ്യും. മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദേശികളുടെ തൊഴിൽ സാധ്യതകൾക്ക് മങ്ങലേൽക്കുന്നതാണ് വിസ വിലക്ക്. സർക്കാർ നിർദ്ദേശിച്ച സ്വദേശവൽക്കരണ തോത് പാലിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളുമായി രാജ്യത്തിന്റെ ഭരണ യൂണിറ്റുകളും സർക്കാർ കമ്പനികളും ഒരിടപാടും നടത്തില്ലെന്നും തൊഴിൽ മന്ത്രാലയം ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം എല്ലാ സ്വകാര്യ കമ്പനികളും ആവശ്യമായ തൊഴിൽ നിലവാരം ഉണ്ടാക്കിയെന്നും സർക്കാർ ആവശ്യപ്പെട്ട സ്വദേശി വൽക്കരണ തോത് നടപ്പാക്കിയെന്നും കാണിക്കുന്ന ഇലക്ട്രോണിക് സർട്ടിഫിക്കറ്റും നേടിയിരിക്കണം. പുതിയ ഉത്തരവ് നടപ്പിൽ വരുത്താത്ത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും എതിരെ നടപടിയുണ്ടാകും. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മസ്കറ്റ്. നികുതി വെട്ടിപ്പ്, UAE-യിൽ 6 മാസത്തിനിടെ പിടിച്ചെടുത്തത് 72.6 കോടി ഉൽപ്പന്നങ്ങൾ. നികുതി വെട്ടിപ്പ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഫെഡറൽ ടാക്സ് അതോറിറ്റി നടത്തിയ പരിശോധനയിൽ എക്സൈസ് നികുതി അടയ്ക്കാതെ വിൽപ്പനയ്ക്ക് എത്തിച്ച 72.6 കോടി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തതിൽ 55.2 ലക്ഷം പാക്കറ്റ് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമുണ്ട്. നികുതി നിയമം പാലിക്കുന്നെന്ന് ഉറപ്പാക്കുന്നതിലൂടെ ഉപഭോക്താക്കൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം നൽകുകയാണെന്ന് FDA അറിയിച്ചു. പരിശോധനയിൽ മൊത്തം 6210 നിയമലംഘനങ്ങൾ കണ്ടെത്തി. കഴിഞ്ഞ വർഷത്തെ 1740 നിയമലംഘന കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം 256% വർധനവുണ്ട്. 30,710 സ്ഥാപനങ്ങളിലാണ് പരിശോധന പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. സൗദിയിൽ സഞ്ചാരികൾ കൂടുതൽ പണം ചെലവഴിച്ചത് താമസത്തിന്. കഴിഞ്ഞ വർഷം സൗദി സന്ദർശിച്ച വിനോദസഞ്ചാരികൾ രാജ്യത്ത് 14,100 കോടി റിയാൽ ചെലവഴിച്ചതായി ടൂറിസം മന്ത്രാലയം. താമസത്തിനാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത്, 4,500 കോടി റിയാൽ. ഷോപ്പിംഗിന് 2,550 കോടിയും യാത്രയ്ക്ക് 2,150 കോടിയും ചെലവാക്കി. ഭക്ഷണപാനീയങ്ങൾക്കായി 1,940 കോടിയും എന്റർടൈൻമെന്റിന് 400 കോടിയും മറ്റിനങ്ങളിൽ 2,550 കോടി റിയാലും ചെലവഴിച്ചു. കഴിഞ്ഞ വർഷം 2.7 കോടി രാജ്യാന്തര വിനോദസഞ്ചാരികളാണ് സൗദി സന്ദർശിച്ചത്. പ്രാദേശിക വിനോദസഞ്ചാരികളെ കൂടി കണക്കാക്കുമ്പോൾ എണ്ണം 10.9 കോടി കടക്കുമെന്നും ടൂറിസം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. ദുബായിലെ നിക്ഷേപകർ ഏറെയും ഇന്ത്യക്കാർ, 6 മാസത്തിനിടെ തുറന്നത് 78,060 ഇന്ത്യൻ കമ്പനികൾ. ഇന്ത്യൻ നിക്ഷേപകർ ദുബായിലേക്ക് ഒഴുകുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ പുതിയതായി 7,860 ഇന്ത്യൻ കമ്പനികളാണ് ദുബായിൽ സ്ഥാപനങ്ങൾ തുറന്നത്. ഇമറാത്തി കമ്പനികളെ മാറ്റി നിർത്തിയാൽ ദുബായിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത് ഇന്ത്യൻ കമ്പനികളാണ്. രാജ്യാന്തര വ്യവസായ മേഖലയിൽ ദുബായിയുടെ ആകർഷണം വർദ്ധിക്കുന്നതിന്റെ സൂചനയാണിതെന്നും ദുബായ് ചേംബർ വിലയിരുത്തി. മൊത്തം കമ്പനികളിൽ 41.5% വ്യാപാര സ്ഥാപനങ്ങളോ റിപ്പയറിംഗ് സ്ഥാപനങ്ങളോ ആണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്.
രോമാഞ്ചിച്ച് സൈക്ലിംഗ് ഈ സ്കൂട്ടർ ട്രാക്കുകൾ. സൈക്കിൾ ഇ സ്കൂട്ടർ ട്രാക്കുകളിലെ 2173 ലൈറ്റിംഗ് യൂണിറ്റുകളുടെ അറ്റകുറ്റപ്രവൃത്തി പൂർത്തിയാക്കിയതായി RTA അറിയിച്ചു. അൽ ഖുദ്ര, ജുമൈറ, നാദ് അൽ ഷെബ, മിർദിബ്, മുഷ്രിഫ് എന്നിവിടങ്ങളിലെ സൈക്ലിംഗ് ഇ സ്കൂട്ടർ ട്രാക്കുകളിലാണ് വഴിവിളക്കുകൾ പൂർണ്ണ സജ്ജമായത്. സവാരി നടത്തുന്നവർക്ക് സുരക്ഷിതവും വെളിച്ചവുമുള്ള ട്രാക്കുകൾ ഉറപ്പാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് RTA അറിയിച്ചു. ജനങ്ങൾക്ക് മാനസിക ഉല്ലാസത്തിനും കായിക പരിശീലനത്തിനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ RTA വിട്ടുവീഴ്ച നടത്തില്ലെന്ന് ഫെസിലിറ്റി മെയിന്റനൻസ് ഡയറക്ടർ അബ്ദുല്ല ലൂത്ത പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. അൽ മക്തൂം വിമാനത്താവള വിപുലീകരണം 3000 കോടി ദിർഹത്തിന്റെ നിക്ഷേപം. പുതിയ നഗരമാകും ദുബായ് സൗത്ത്. അൽ മക്തൂം രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രീകരിച്ച് ദുബായ് സൗത്തിൽ വൻ വികസന പദ്ധതികൾ ഒരുങ്ങുന്നു. 3000 കോടി ദിർഹത്തിന്റെ നിക്ഷേപങ്ങളാണ് ദുബായ് സൗത്ത് കേന്ദ്രീകരിച്ച് വരുന്നത്. പ്രധാന വിമാന സർവീസുകൾ അൽ മക്തൂമിലേക്ക് മാറുന്നതോടെ ദുബായിയുടെ പുതിയ നഗരമായി ദുബായ് സൗത്ത് മാറുമെന്നും ദുബായ് ഏവിയേഷൻ സിറ്റി കോർപ്പറേഷന്റെയും ദുബായ് സൗത്തിന്റെയും CEO ഖലീഫ അൽ സഫീൻ പറഞ്ഞു. ഏവിയേഷൻ മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ച കമ്പനികൾക്ക് വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ വരെ കരാർ നൽകും. വിമാനത്താവള വിപുലീകരണ പ്രഖ്യാപനം വന്നതോടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ 30% കുതിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.